പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിലെ വള്ളിക്കോട് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന അച്ചൻകുലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് തൃപ്പാറ മഹാദേവ ക്ഷേത്രം. ഇത് ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്നു. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പുണ്യപരമായ അവസ്ഥകളും കാര്യങ്ങളും വളരെ ദീർഘകാലമായി ഭക്തജനങ്ങളുടെ ഇടയിൽ വളരെ ആദരവോടെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്പാറ മഹാദേവ ക്ഷേത്രം. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനനെ നിത്യപൂജ ചെയ്യേണ്ട സമയമായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ പാദം കാട്ടിക്കൊടുക്കുകയും ഈ പാദത്തിൽ ശിവസങ്കല്പത്തിൽ പൂജ ചെയ്തോളൂ എന്നുള്ള നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം പൂജ ചെയ്ത സ്ഥലമാണ് തൃപ്പാറ മഹാദേവ ക്ഷേത്രം. ഞങ്ങളുടെയൊക്കെ ഓർമ്മയുള്ള കാലവും അതിന് അച്ഛന്മാരുടെ കാലവും ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്തും കണ്ടുവന്നിരുന്ന ഈ മഹാഭസ്മകൂവളം ഇത്യാദികളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. നമ്മുടെ ഭഗവാനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരിതാണ് നമ്മുടെ ഈ കൂവളവൃക്ഷം. നിങ്ങളുടെ ഈ കുറിയിൽ കാണുന്ന കൂവളവൃക്ഷം. കാരണം ഭഗവാനെ ആരാധിക്കുന്നതിൻ്റെ അത്ര തുല്യമായിട്ട് തന്നെ നമ്മൾ ആരാധിക്കുന്നതാണ് നമ്മുടെ ഈ കൂവളവൃക്ഷം. അപ്പോൾ ഇതിൻ്റെ 2-3 വർഷം മുമ്പാണ് ഇതിൻ്റെ ഒരു ഭാഗം അടന്നു പോവുകയുണ്ടായത്. ഇതിൻ്റെ കേട് കൂടുതലായിട്ട് വന്ന സമയത്ത് പിന്നീട് ഇതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്നതിനെ നോക്കേണ്ടതായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയി ഇതുപോലൊക്കെ ഈ വാടൂർ എന്ന് പറഞ്ഞ നെറ്റിലൊക്കെ കാണാൻ അദ്ദേഹം കാശി വരെ പോയി മറ്റ് വൃക്ഷങ്ങളെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് നമ്മളിത് അദ്ദേഹത്തെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്നു. ഒരു ദിവസം വന്ന് ഇത് നോക്കി ഇതിനുള്ള വൃക്ഷ ചികിത്സ നൽകാമെന്ന് നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 21 കൂട്ടം അങ്ങാടി, പിന്നെ പറയാത്ത അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വൈദ്യം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള 4-5 കൂട്ടം അങ്ങാടി അദ്ദേഹം പ്രത്യേകമായിട്ട് ആരോടും പറയാൻ പറ്റാത്ത രഹസ്യമായിട്ടുള്ള 5 കൂട്ടുകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വൃക്ഷവൈദ്യ പൂജയ്ക്കുള്ള അങ്ങാടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂവളത്തിന് ഇത് കൂടാതെ ഒരു ഐതിഹ്യം കൂടെയുണ്ട്. നമ്മുടെ ഈ കൂവളം പണ്ട് ഞങ്ങളിവിടെ ശിവപുരാണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ശിവപുരാണത്തിന് നമ്മുടെ ഒരു യജ്ഞാചാര്യൻ എന്നുള്ളൊരാൾ അദ്ദേഹം ഇവിടെ ഈ ശിവപുരാണ സമയത്ത് വന്ന സമയത്ത് ഈ താഴെ അദ്ദേഹം ഇറങ്ങി ഒന്ന് തൊഴുകയുണ്ടായി. ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂവളത്തിൻ്റെ ഒരു കാ വന്ന് അദ്ദേഹത്തിൻ്റെ നട്ടുച്ച ഭാഗത്തേക്ക് വീഴുകയുണ്ടായി. ഇന്ന് വരെ ചരിത്രം ഉണ്ടായിട്ടില്ല ആരെയും ദൈവത്തിൽ ഈ കൂവളത്തും കാ ഇതിൻ്റെ വീണത്. കാരണം ഇത്രയും ശിവരാത്രി ദിവസം വരെ ആയിരക്കണക്കിന് ആൾക്കാർ തിങ്ങിയിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരു കൂവളത്തുങ്ക ഇന്ന് വരെ ആരുടെയും ദേഹത്ത് പതിച്ചതായിട്ട് ഇന്നിവിടെ ഒരു മനുഷ്യൻ്റെ അറിവിലില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീണിട്ട് അദ്ദേഹത്തിന് തന്നെ ഇതായിപ്പോൾ എൻ്റെ തലയിൽ ഇത് വീണല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം അവിടെ വരികയുണ്ടായി. അത് ഈ കാര്യം പറയാൻ പിന്നീടാണ് ഇദ്ദേഹം പറയുന്നത്, എനിക്ക് വർഷങ്ങളായി അത് ഒരുപാട് ഹോസ്പിറ്റലിൽ, അതായത് ഏറ്റവും പ്രമുഖ ഹോസ്പിറ്റൽ വരെ പോയിട്ട് പോലും മാറാത്ത തലവേദനയാണ് അന്ന് ഈ തലയിൽ ഈ കൂവളത്തുങ്ക വീണതിലൂടെ. ആ വീണ സമയത്ത് പുള്ളിക്ക് അസഹനീയമായ വേദനയായിരുന്നു. പക്ഷേ ആ സമയം ഈ ഉച്ച സമയത്ത് നമ്മളോട് ഇത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയുന്നു, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയുള്ള നാട്ടുകാരെ അദ്ദേഹം പിന്നെ ഒരുപാട് യജ്ഞവേദികളിൽ പോവുകയുണ്ടായി. അവിടെയെല്ലാം ഈ കാര്യം തന്നെ പറയണ്ടായി. തൃപ്പാറയിൽ നിന്ന് കൂവളത്തുങ്ക വീണ് അത്ര മഹത്വമുള്ള കൂവളമാണ് ഇത്. ഭസ്മക്കൂവളമാണ്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു അമ്പലത്തിലെ മരത്തിന് ചികിത്സ നൽകുന്നതിന് എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആ ഒരു വലിയ ആഗ്രഹം ഇവിടെ സബലീകരിക്കുകയാണ്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ശിവക്ഷേത്രത്തിൽ ഇന്ന് പത്തനംതിട്ടയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ഇന്നാണ്. അന്നേ ദിവസം തന്നെ തൃപ്പാറയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന കൂവളത്തിന് ചികിത്സ നൽകുന്നതിനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്.